മഴ തുടങ്ങി. ഏതാനും കൊല്ലങ്ങളായി കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണ് മഴക്കാലം. മഴക്കാലത്ത് പണ്ടൊക്കെ പനി പിടിക്കുമായിരുന്നു, ജലദോഷം പനി വ്യാപകമായി വരുമായിരുന്നു. പക്ഷേ കുറച്ച് കൊല്ലങ്ങളായി കേരളത്തിൻ്റെ ചരിത്രമതല്ല. ഇവിടെ പല പേരുകളിൽ അറിയപ്പെടുന്ന പല പനികളിലൂടെ മലയാളികൾ ഒന്നടങ്കം വിറയ്ക്കുന്നൊരു കാലഘട്ടമായി മാറി മഴക്കാലം. ഈ ചില കൊല്ലങ്ങളിൽ ചില പേരിലുള്ള പനികൾക്ക് മുമ്പിൽ വൈദ്യശാസ്ത്രം അന്താളിച്ച് നിന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ മഴക്കാലം കേരളത്തിൽ. പല പേരുകളാണ് പനികൾക്ക്. എന്നിട്ട് ഈ ഒരുപാട് പേര് പറയുന്നൊരു കഥയുണ്ട്. ഈ പനി മാറിക്കഴിഞ്ഞാൽ വലിയ ക്ഷീണം, കുറേ ദിവസങ്ങളോളം ക്ഷീണം അനുഭവിക്കുന്നു, വിശപ്പില്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് എന്നാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് നടക്കുന്നില്ല. ഈ പനികൾ ഇതൊരു ആവർത്തനമാണ്. ഓരോ കൊല്ലം ഇത് അവസാനിക്കുന്നില്ല, ഓരോ കൊല്ലവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേറെ പ്രത്യേകത. മാത്രമല്ല, ഈ പനിക്കാലം ഈ മഴക്കാലം എന്ന് പറയുന്നത് പനിക്കാലം മാത്രമല്ല, നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾ, സന്ധിവാത രോഗങ്ങൾ, ഇങ്ങനെയുള്ള നീർക്കെട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങളിലും ഇത് വളരെ പ്രശ്നങ്ങളാണ്. ഈ മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോഗാണുക്കൾ ധാരാളം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മഴക്കാലം. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ പൊതുവെ പ്രതിരോധശേഷിയിലുണ്ടാകുന്ന കുറവാണ് ഇത്തരം രോഗങ്ങൾ കൂടി വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. കാരണം ശരിയായ രീതിയിലുള്ള മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള രോഗപ്രതിരോധ ശേഷി ഉള്ളവരിൽ ഇത്തരം രോഗാണുക്കൾക്ക് പ്രവേശിച്ചാൽ പോലും രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പുതിയ നിയമം. ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലും ഒരുപാട് പേരിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ പഠനത്തിലാണ് പുതിയ ഒരു കാര്യം മനസ്സിലായത്. ഈ രോഗാണുക്കളെ ചെറുത്ത് തോൽപ്പിക്കാനും രോഗം വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു പ്രതിഭാസം ഇവരുടെയൊക്കെ ശരീരത്തിലുണ്ടെന്ന്. ആ പ്രതിഭാസത്തിലാണ് നമ്മൾ പിന്നീട് ഇമ്മ്യൂണിറ്റി പേരിട്ടത്, പ്രതിരോധശേഷി പേരിട്ടത്. ഈ പ്രതിരോധശേഷിയിൽ വരുന്ന കുറവാണ് സത്യത്തിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം. ഈ പ്രതിരോധശേഷി കുറയുമ്പോൾ രോഗാണുക്കളുടെ ആക്രമണം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് ശരീരത്തിൽ നീർക്കെട്ടിൻ്റെ നില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ നീർക്കെട്ടിൻ്റെ നില ഉയരുമ്പോൾ അത് ഈ ശരീരത്തിലെ രക്തപ്രവാഹത്തെ വരെ ബാധിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഈ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഈ ശരീരത്തിലെ താപനില താഴുമ്പോൾ ഈ നീർക്കെട്ട് പോകും. നീർക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇത് ചൂട് തട്ടുമ്പോൾ കുറയും, തണുപ്പ് തട്ടുമ്പോൾ കൂടും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഘടകം. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ മഴ കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഈ പ്രായമായവർ പറയുന്നൊരു ഭാഷയുണ്ട്, കേറാത്ത അല്ലെങ്കിൽ പനി പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. മഴ കൊണ്ടുകൊണ്ട് ആരും പനി പിടിക്കില്ല. കാരണം അവിടെ സംഭവിക്കുന്ന രസതന്ത്രം എന്ന് പറയുന്നത്, മഴ കൊള്ളുമ്പോൾ ശരീരത്തിൻ്റെ താപനില താഴും, ശരീരം തണുക്കും. അപ്പോൾ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. അതാണ് പല കുട്ടികളിലും ഈ കാലത്താണ് ചുമയുണ്ടാകുന്നത് കൂടുതലായിട്ട്. അപ്പോൾ നീർക്കെട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് സാധ്യതയുള്ളത് തൊണ്ടയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജനങ്ങൾ സ്ഥിരമായിട്ട് ശീലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ രാവിലെ രാവിലെ എപ്പോഴാണ് കുളിക്കുമ്പോൾ നമ്മൾ വെള്ളം ശരീരത്തിൽ ഒഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ താപനില താഴുന്നുണ്ട്. ഇത് ഉടനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ ഭാഗം. അതുകൊണ്ട് ഈ കുളി കഴിഞ്ഞാൽ ഉടനെ അര ഗ്ലാസ് ചൂടുവെള്ളമോ കടുങ്കായോ കടുങ്കാപ്പിയോ കുടിക്കുന്നത് ഒരു ശീലമാക്കണം. ഇപ്പം നമ്മുടെ കുട്ടികൾ മഴ കൊണ്ട് കളിക്കുന്നു, എത്ര നേരം കളിച്ചോട്ടെ. ഈ കളി കഴിഞ്ഞ് ഉടനെ തോർത്തിയിട്ട് അതുപോലെ ചൂടുള്ള എന്തെങ്കിലും അവർക്ക് കുടിക്കാൻ കൊടുത്താൽ മതി, ആ പ്രശ്നം പരിഹരിക്കും. പിന്നെ നമ്മൾ ഈ അണുബാധകളൊക്കെ ചെറുക്കാനുള്ള ചെറിയ ഉപായങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ഈ സോപ്പൊക്കെ തേച്ച് സോപ്പൊക്കെ കഴുകി കളഞ്ഞ് തോർത്തുന്നതിന് മുമ്പായിട്ട് ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് കലക്കുക. നമ്മുടെ കറിയുപ്പ് അത് കലക്കാം. അത് കലക്കിയിട്ട് അത് ഒഴിച്ചിട്ട് അതിന് ശേഷം ഈ തോർത്ത് ആ വെള്ളത്തിൽ തന്നെ പിഴിച്ചതിന് ശേഷം അതുകൊണ്ട് തോർത്താം. ഒരു പരിഹാരമാണ്. ഈ തോർത്ത് എപ്പോഴും നമ്മൾ വെയിലത്തിട്ട് ഉണക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ രോഗാണുക്കളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ വായ്ക്കകത്തെ ശുചിത്വം ഒരു വളരെ പ്രധാനമാണ് ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ.
അതുകൊണ്ട് നമുക്ക് എല്ലാവരും പൊതുവെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 നേരം ആഹാരം കഴിഞ്ഞ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ കല്ലുപ്പ്, വളരെ ചെറിയൊരു കല്ലുപ്പ് അത് കലക്കിയിട്ട് കഴുകൊള്ളാം, വായ കഴുകാം. അത് ഒരു പരിഹാരമാണ്. പിന്നെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ശേഷി ഉള്ള ഒരു അത്ഭുത ഗൃഹൌഷധിയാണ് അത്ര ഇഞ്ചി. അത് മനുഷ്യസിദ്ധമായി തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ കുടിവെള്ളം ഇഞ്ചി തൊലി കളഞ്ഞ് അത് ചതച്ചിട്ടതായാൽ അത് കുറച്ചുകൂടെ ഔഷധമൂല്യം ഉള്ളതായി മാറും. പിന്നെ വേറെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരമാണ്. ഈ ആഹാരത്തിൽ ഉപ്പ്, തണുപ്പ്, കൊഴുപ്പ് ഈ 3 ഘടകങ്ങൾ എത്രത്തോളം കുറയ്ക്കാവുന്ന കുറയ്ക്കാം. അപ്പോൾ ഉപ്പ് ഈ നീർക്കെട്ട് കൂടുതലാകാൻ ഇതിനകത്ത് ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആകുന്നൊരു ഘടകമാണ് ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് കൂടുതൽ ചേരുന്ന ഘടകങ്ങൾ, ഇപ്പോൾ പച്ചമോര്, അതിന് തണുപ്പുകൊണ്ട് ചിലപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഉപ്പ് കഴിക്കും. പച്ചമോര്, തൈര്, അച്ചാർ, പപ്പടം, ബേക്കറി, വറുത്തത്, പൊരിച്ചത്, മുട്ടയുടെ മഞ്ഞ, മാംസം, മൈദ, വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് തൽക്കാലം ഈ കാലത്ത് മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ പച്ചക്കറികൾ ധാരാളം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങും രാത്രി. ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ പറയുന്നത്, ഈ കോവിഡ് പോസിറ്റീവായവരിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവരിലും ഈ കാൽഷ്യത്തിൻ്റെ നിലവാരം കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ആവശ്യം കൂടെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന 2 കാര്യങ്ങൾ, ഒരു കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ വെള്ള സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലൊരു കാൽഷ്യം സപ്ലിമെൻ്റാണ്. പിന്നെ വൈറ്റമിൻ ഡി, നമ്മൾ സൂര്യപ്രകാശത്തെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ കഴിയുന്നതും രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊള്ളാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്ന് തണുപ്പാണ്, അത് ഈ രാത്രിയിൽ രക്തപ്രവാഹത്തിലൊക്കെ ചിലപ്പോൾ ചില കുറവ് വരും. അതാണ് ഈ പലർക്കും രാത്രിയിൽ ബസ്സിൽ പൂച്ചു വലിക്കലൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രി നമ്മൾ എത്ര പ്രാവശ്യം ഉണരുന്നു അപ്പോഴെല്ലാം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് ശീലിക്കുക. ഇതാണ് മഴക്കാലത്ത് നമുക്ക് ചെയ്യാവുന്ന കുറേ ഗൃഹൌഷധികളെന്നോ നാട്ടറിവുകളെന്നോ എന്തൊക്കെയോ പറയാവുന്ന കാര്യങ്ങൾ. ഇതാണ് പറയാനുള്ളത്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഔഷധങ്ങളുടെ കാര്യത്തിൽ ആയുർവേദം അതിസമ്പന്നമാണ്. ഉദാഹരണത്തിന് അമുക്കുരം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ ശക്തിയുള്ളൊരു ഔഷധമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സസ്യ ഔഷധങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നിരവധി ഔഷധ യുഗങ്ങളുണ്ട്, മരുന്നുകളുണ്ട്. ഇത്തരം മരുന്നുകൾ പതിവായി ശീലിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, ഈ പ്രായം കൂടുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാൻ കൂടെ ഒരു പരിധിവരെ സഹായിക്കും. അപ്പോൾ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹവുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്, ശീലിക്കാവുന്നതാണ്.